നമസ്കാരം. കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള അതിവേഗ റെയിൽ പദ്ധതിയിൽ നിർണായക പ്രഖ്യാപനം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായേക്കും. മെട്രോമാൻ ഇ ശ്രീധരൻ തയ്യാറാക്കിയ പുതിയ പദ്ധതി പ്രകാരം ഭീമമായ തുക വായ്പയെടുക്കാതെ തന്നെ കേരളത്തിന് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാം. 86,000 കോടി രൂപ മുതൽ 1 ലക്ഷം കോടി വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ പകുതിയിലധികം തുകയും റെയിൽവേ നേരിട്ട് വഹിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പദ്ധതിയുടെ സാമ്പത്തിക വശം ഇങ്ങനെയാണ്. മൊത്തം ചെലവ് 86,000 കോടി മുതൽ 1 ലക്ഷം കോടി വരെ. റെയിൽവേ വിഹിതം പദ്ധതി ചെലവിന്റെ 51% റെയിൽവേ വഹിക്കും. സംസ്ഥാന കേന്ദ്ര വിഹിതം ബാക്കിയുള്ള തുകയിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് 60,000 കോടി രൂപ വഹിക്കണം. അതായത് കേരളത്തിന് കേവലം 30,000 കോടി രൂപ മാത്രം മുടക്കിയാൽ പദ്ധതിയുടെ ഭാഗമാകാം. നേരത്തെ നിശ്ചയിച്ചിരുന്ന 350 കിലോമീറ്റർ വേഗതയിൽ നിന്ന് മാറി ഇപ്പോൾ 200 കിലോമീറ്ററാണ് പരമാവധി വേഗമായി നിശ്ചയിച്ചിട്ടുള്ളത്. സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. 20-25 കിലോമീറ്റർ പരിധിയിൽ സ്റ്റേഷനുകൾ വരും. ആകെ 22 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. തുടക്കത്തിൽ 8 കോച്ചുകളുള്ള ട്രെയിനിൽ 560 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. 70% എലിവേറ്റഡ് പാതയും അതുപോലെ തന്നെ 20% തുരങ്കപാതയുമായിരിക്കും. വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചാണ് പാത കടന്നു പോകുന്നത്. പദ്ധതിക്കെതിരെ സമരങ്ങൾ ഒഴിവാക്കാൻ ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലമേറ്റെടുപ്പ്. തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഭൂമി ഉടമകൾക്ക് വിട്ടു നൽകും. അവിടെ വീട് നിർമ്മിക്കാൻ അനുവാദമുണ്ടാകില്ലെങ്കിലും കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. സ്റ്റാൻഡേർഡ് ഗേജിൽ നിർമ്മിക്കുന്ന ഈ പാതയിലൂടെ ചരക്ക് ട്രെയിനുകൾ സർവീസ് നടത്തില്ല. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിൽ നിന്ന് DPR തയ്യാറാക്കാൻ വാക്കാലുള്ള അനുമതി ലഭിച്ചതായും 15 ദിവസത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കി. 2-ാം തീയതി പൊന്നാനിയിൽ പദ്ധതിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. അതുപോലെ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ സാമ്പത്തിക ബാധ്യതയിൽ പദ്ധതി പൂർത്തിയാക്കാമെന്നിരിക്കെ കേരള സർക്കാർ ഈ പദ്ധതിയോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിവേഗ പാതയിലെ സ്റ്റേഷനുകൾ നോക്കാം. തിരുവനന്തപുരം വിമാനത്താവളം, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ. റെയിൽവേയും സംസ്ഥാനവും ചേർന്നാണ് ഫണ്ട് കണ്ടെത്തുക. 51% റെയിൽവേ, 49% സംസ്ഥാനം എന്നിങ്ങനെയാണ് വിഹിതം. 5 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DPR 9 മാസം കൊണ്ട് പൂർത്തിയാക്കും. 430 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം. 4 ചീഫ് എഞ്ചിനീയറെ വെച്ച് ഒരേ സമയം നിർമ്മാണം നടത്തിയാൽ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാകുമെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അതിവേഗ റെയിൽപാത പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെന്ന കെ ശ്രീധരന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച കെ-റെയിൽ പദ്ധതി ഒഴിവാക്കിയെങ്കിൽ അതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ ഒന്ന് ഊരിക്കളയാമോ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. ആളുകൾക്ക് സ്ഥലം വിൽക്കാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അതിവേഗ റെയിൽപാത പോലുള്ള പലതും പറയുമെന്നും ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും KV തോമസ് പറഞ്ഞ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂർ അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകളും രമേശ് ചെന്നിത്തല തള്ളി. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി തള്ളി കേരളത്തിൽ അതിവേഗ റെയിൽപാതയ്ക്ക് DPR തയ്യാറാക്കാൻ റെയിൽവേ മന്ത്രാലയം നീക്കം തുടങ്ങിയ വേളയിൽ പ്രതികരണവുമായി KV തോമസും രംഗത്ത് വന്നിരുന്നു. അതിവേഗ റെയിൽപാതയെ സ്വാഗതം ചെയ്ത KV തോമസ് മെട്രോമാൻ ഇ ശ്രീധരൻ തയ്യാറാക്കിയ പദ്ധതി വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താനിത് കേന്ദ്ര റെയിൽ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നുവെന്നും KV തോമസ് ചൂണ്ടിക്കാണിച്ചു.